ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ തുടങ്ങുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ഫലങ്ങൾ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. എന്താകും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ശേഷം കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ ഭാവി? സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പശ്ചിമഘട്ടത്തിന്റെ കാര്യത്തിൽ CPM ക്രൈസ്തവ സഭയ്ക്കൊപ്പമെന്ന പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇറക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. പുതിയ ഉത്തരവ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് മന്ത്രി KC ജോസഫ്. ചക്കിട്ടപ്പാറ ഇരുമ്പയിർ ഖനനം പ്രത്യേക വിജിലൻസ് സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. കാക്കൂരിലും മാവൂരിലും ഖനനാനുമതി നൽകിയതും അന്വേഷിക്കും. ചക്കിട്ടപ്പാറയിൽ ഖനനം പൊതുമേഖലയിൽ പോലും പാടില്ലെന്ന് രമേശ് ചെന്നിത്തല. IHRD വിവാദത്തിൽ VSന്റെ മകൻ അരുൺകുമാറിനെതിരെ കേസെടുക്കാമെന്ന് വിജിലൻസ്. ക്ലിഫ് ഹൗസ് ഉപരോധത്തെ ചൊല്ലി LDFൽ ആശയക്കുഴപ്പം. സമരം പ്രതീകാത്മകമല്ലെന്ന് LDF കൺവീനർ. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ധാരണ പിശക് മൂലം. സമരം എത്ര സമയം വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും വൈക്കം വിശ്വൻ. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇത്തവണയും വിവാദത്തോടെ തുടക്കം. മലയാള സിനിമയ്ക്ക് 75 വയസ്സ് എന്ന തെറ്റായ പരാമർശത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാപ്പു പറഞ്ഞു. മലയാള സിനിമയ്ക്ക് 85 വയസ്സ് തന്നെയെന്ന് സാംസ്കാരിക മന്ത്രിയുടെ വിശദീകരണം. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 585 പോയിന്റോടെ കേരളം ഓവറോൾ ചാമ്പ്യന്മാർ. തമിഴ്നാടിന് 2ാം സ്ഥാനം. 800 മീറ്ററിൽ കേരളത്തിന്റെ ജെസ്സി ജോസഫിന് ദേശീയ റെക്കോർഡ്. ആദ്യം നാളെ ഫലമറിയുന്ന സംസ്ഥാനങ്ങളിലെ 2008 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സീറ്റ് നില പരിശോധിക്കാം. ഡൽഹിയിൽ 2008 കക്ഷിനില ഇങ്ങനെയാണ്. കോൺഗ്രസ് 40% വോട്ടോടുകൂടി 43 സീറ്റ്, 36% വോട്ടോടുകൂടി BJP 23 സീറ്റ് കരസ്ഥമാക്കി. അതുപോലെ BSP 14% വോട്ടോടെ 2 സീറ്റും മറ്റുള്ളവർ 1% വോട്ടോടെ 1 സീറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ 2008 കക്ഷിനില ഇപ്രകാരമാണ്. 37.64% വോട്ട് നേടി 143 സീറ്റോടെ BJP 1ാം സ്ഥാനത്തായിരുന്നു. 32.39% വോട്ടോടെ 71 സീറ്റ് നേടി കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തി. BSPക്ക് 7 സീറ്റും മറ്റുള്ളവർക്ക് എല്ലാം ചേർന്ന് 7 സീറ്റുമാണുള്ളത്. രാജസ്ഥാനിൽ 2008 കക്ഷിനില ഇപ്രകാരമാണ്. 36.8% വോട്ടോടെ 96 സീറ്റ് നേടി കോൺഗ്രസാണ് അവിടെ ഭരിച്ചത്. 2ാം സ്ഥാനത്ത് BJPയാണ്. 34.2% വോട്ട്. BSPക്ക് അവിടെ 6 സീറ്റാണുള്ളത്. ഛത്തീസ്ഗഡിൽ 2008 കക്ഷിനില ഇപ്രകാരമാണ്. 40% വോട്ടോടെ 50 സീറ്റ് നേടി BJP അവിടെ 1ാം സ്ഥാനത്തെത്തി. 38% വോട്ടോടെ 38 സീറ്റ് നേടി കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്. അവിടെ BSPക്ക് 6% വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 2 സീറ്റുമുണ്ട്. നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിനും പ്രതിപക്ഷമായ BJPക്കും തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ന്യൂഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് നാളെ പുറത്തുവരിക. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും BJPയാണ് അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ രാജസ്ഥാനും ന്യൂഡൽഹിയും കോൺഗ്രസും ഭരിക്കുന്നു. നവംബർ 11-നും 18-നും 2 ഘട്ടങ്ങളിലായാണ് ഛത്തീസ്ഗഡിൽ വോട്ടെടുപ്പ് നടന്നത്. 75% പോളിംഗാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. 2008 ആകെയുള്ള 90 സീറ്റുകളിൽ 50 സീറ്റ് നേടിയാണ് BJP അധികാരത്തിലെത്തിയത്. നവംബർ 28-നാണ് മധ്യപ്രദേശിൽ വോട്ടെടുപ്പ് നടന്നത്. 70% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്കായിരുന്നു വിജയം. ആകെയുള്ള 230 സീറ്റുകളിൽ 143 സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ഡിസംബർ 1-നായിരുന്നു തെരഞ്ഞെടുപ്പ്. 74% പോളിംഗ്. കഴിഞ്ഞ തവണ ആകെയുള്ള 199 സീറ്റുകളിൽ 96 സീറ്റ് നേടിയാണ് കോൺഗ്രസ് BJPയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തത്. ഡൽഹിയിൽ ഡിസംബർ 4-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 67% പോളിംഗ്. ഇത് ഡൽഹിയിലെ ഏറ്റവും വലിയ പോളിംഗ് ആയിരുന്നു. കഴിഞ്ഞ 3 തവണയും അധികാരത്തിലെത്തിയ കോൺഗ്രസിനെ BJPയും ആം ആദ്മി പാർട്ടിയും കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. കഴിഞ്ഞ തവണ ആകെയുള്ള 70 സീറ്റുകളിൽ 43 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. 4 സംസ്ഥാനങ്ങളിലും BJPക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിവിധ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഡൽഹിയിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും ആം ആദ്മി പാർട്ടിക്ക് മികച്ച തുടക്കം ലഭിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു. നവംബർ 11-ന് തെരഞ്ഞെടുപ്പ് നടന്ന മിസോറമിൽ തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ.
മീഡിയ വൺ ഡൽഹി. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണനും യൂത്ത് കോൺഗ്രസ് നേതാവ് റോജിയും ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. അതുപോലെ CPM എം പി രാജേഷ് പാലക്കാട് സ്റ്റുഡിയോയിൽ നിന്ന് ചേരും. BJP നേതാവ് MT രമേശ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. ആദ്യം റോജിയിലേക്ക്. റോജി, മോശമായ ഹോംവർക്ക് ചെയ്ത് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തിലാണോ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്? ഒരിക്കലുമല്ല. അഭിപ്രായ സർവേയുടെ പ്രസക്തിയൊക്കെ ഏതാനും മണിക്കൂറുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് 2008-ലും 2003-ലുമൊക്കെ അഭിപ്രായ സർവേകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് എത്രത്തോളം അഭിപ്രായ സർവേകൾ സത്യമായിരുന്നുവെന്നും അതിന്റെ പ്രസക്തി എന്തോരം ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഈ നടന്നിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഉള്ളത്. കാരണം രാജസ്ഥാനിലും ഡൽഹിയിലും കോൺഗ്രസ് സർക്കാരുകൾ മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ BJPയുടെ ദുർഭരണത്തിൻ്റെയും ഒക്കെ ഫലങ്ങൾ അവിടുത്തെ ജനങ്ങൾ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും കോൺഗ്രസിന് വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല. കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. റൈറ്റ് റോജി, തിരികെ താങ്കളിലേക്ക്. MT രമേശ്, BJP വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. ഡൽഹിയിൽ പ്രാദേശിക തലങ്ങളിൽ മറ്റ് കക്ഷികളെ തങ്ങളോടൊപ്പം ചേർക്കാനും അതുപോലെ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികളുമായി പോലും BJP മുന്നോട്ട് പോകുന്നുവെന്ന് പറയപ്പെടുന്നു. എത്രമാത്രം ആത്മവിശ്വാസത്തിന് വകയുണ്ടോ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ? തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം 4 സംസ്ഥാനങ്ങൾ അധികാരത്തിലെത്താൻ സാധിക്കും. 2 സംസ്ഥാനങ്ങളെ ഭരണം നിലനിർത്താൻ കഴിയും. രാജസ്ഥാനിലും ഡൽഹിയിലും അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള നല്ല വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങളിത് സൂചിപ്പിച്ചിരുന്നു. ഒന്ന്, കേന്ദ്രത്തിലെ UPA ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം രാജ്യത്തെമ്പാടുമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ജനവികാരം BJPക്ക് പ്രയോജനകരമാവുന്നതാണ്. രണ്ടാമത്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങൾ, അതിൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ 2 സംസ്ഥാനങ്ങളിൽ BJP ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ധാരാളം ജനോപകാരപ്രദമായ പദ്ധതികൾ, അതിനൊന്നും എതിർക്കാൻ കോൺഗ്രസ്സുകാർക്ക് പോലും സാധിക്കുന്നില്ല. മധ്യപ്രദേശിലെ BJP ഗവൺമെൻറ്റിനെക്കുറിച്ചോ ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെക്കുറിച്ചോ ഇല്ലാത്ത കുറേ ഊഹാഭവങ്ങളും കഥകളും പ്രചരിപ്പിക്കുക എന്നല്ലാതെ ആ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളെ എതിർക്കാനോ അതില്ല എന്ന് പറയാനോ കോൺഗ്രസ്സുകാർക്ക് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് BJP ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, രാജ്യത്തെമ്പാടും കോൺഗ്രസിനായിട്ട് ഉയർന്നു വരുന്ന ജനവികാരം, ഇതൊക്കെ കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഭരണം നിലനിർത്താൻ സാധിക്കും. അതോടൊപ്പം രാജസ്ഥാനിലും ഡൽഹിയിലും തിരിച്ചു വരാൻ വേണ്ടി കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തിയതാണ്. ആ വിശ്വാസത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശാസ്ത്രീയമാണോ, അത് വിശ്വസിക്കാമോ, ആ തർക്കത്തിലൊന്നും ഞാനില്ല. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നൊരു സൂചന രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ കാത്തു നിൽക്കണ്ടു. കോൺഗ്രസ്സുകാർക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാളെ രാവിലെ 8 മണി വരെ അവർക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം. മുങ്ങിച്ചാകാൻ പോകുന്നവനും എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉണ്ടാവുക. ആ വിശ്വാസം വെങ്കടേഷ് രാമകൃഷ്ണൻ, MT രമേശ് ആത്മവിശ്വാസത്തിലാണ്, തങ്ങളും ആത്മവിശ്വാസത്തിലാണെന്ന് കോൺഗ്രസ് നേതാവ് കൂടിയായ റോജിയും പറയുന്നു. എന്തായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വോട്ടിംഗ് ബിഹേവിയർ? എങ്ങനെയാണ് താങ്കൾക്ക് അത് അനുഭവപ്പെട്ടത്? ഞാനിതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം ഒരു ഫലമായിട്ടല്ല. കഴിഞ്ഞ 2 റൗണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നപ്പോഴും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, 2 തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിരുന്നു. സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആരാണോ ഭരിക്കുന്നത് ആ പാർട്ടിക്കെതിരായിട്ടുള്ള വികാരമാണ് സാധാരണഗതിയിൽ പ്രതിഫലിക്കാറുള്ളത്. പക്ഷേ സവിശേഷമായ ഒരു കാര്യം, കഴിഞ്ഞ 2 റൗണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2 തരം ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിരുന്നു. ഒന്ന്, സംസ്ഥാനത്ത് ആരാണോ ഭരിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. അതോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ കേന്ദ്ര ഭരണത്തിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചു. അതുകൊണ്ടാണ് പഞ്ചാബ് പോലൊരു സംസ്ഥാനത്ത്
അകാലിദളിന് വീണ്ടും ഭരണത്തിലെത്താൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്ഥിതിവിശേഷം കുറേ കൂടെ മൂർത്തമായി പ്രതിഫലിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2014 മധ്യത്തോടെ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും. വെങ്കടേഷ് രാമകൃഷ്ണൻ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ആദ്യം റോജിയോട് ചോദിച്ച കാര്യം തന്നെയാണ്. കോൺഗ്രസിന് അവർക്ക് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ മുഴുവനും ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഒരു ഗുണഘോഷ്ട സമാനമായിട്ട് കോൺഗ്രസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ, നമ്മൾ ഭരണത്തിൻ്റെ ആകത്തുക എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെയും ഡൽഹിയിലെയും കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഭരണപരമായ നേട്ടങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണ സംവിധാനം, ഒരു സംഘടനാപരമായ സംവിധാനം, അത് കോൺഗ്രസ്സിനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വലിയ വാക്കുകളിൽ ഇല്ല എന്ന ഉത്തരം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് കേന്ദ്രത്തിലുള്ള ഭരണത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഈ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കേന്ദ്ര ഭരണമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നില്ല അത് ഷീലാ ദീക്ഷിതിനാണെന്ന്. പ്രത്യേകിച്ചും ഷീലാ ദീക്ഷിതിൻ്റെ സർക്കാർ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുകയോ ജനങ്ങൾ വോട്ട് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വീണ്ടും ജയിച്ചു വരാൻ പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ അത് ജനങ്ങളുടെ മുമ്പിൽ അത് പ്രചരിപ്പിക്കാനോ പറ്റാത്ത വിധത്തിൽ അവരെ ദുർബലരാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത്. അപ്പോൾ റൈറ്റ് വെങ്കടേഷ് രാമകൃഷ്ണൻ, തിരികെത്താൻ താങ്കളിലേക്ക്. എം പി രാജേഷ് MP ഉണ്ട് ഇപ്പോൾ പാലക്കാട് സ്റ്റുഡിയോയിൽ. എം പി രാജേഷ്, ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഈ നടന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും. വിദേശ മാധ്യമങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിനെ സാഗൂതമാണ് വീക്ഷിക്കുന്നത്. കാരണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഗോള മാധ്യമങ്ങളെ മാത്രമല്ല മൂലധന ശക്തികൾക്ക് കൂടി താല്പര്യമുള്ള ഒന്നാണ്. കാരണം ഏകദേശം ഒരേ സാമ്പത്തിക നയങ്ങളുള്ള രണ്ട് കക്ഷികളാണ് ഏറ്റുമുട്ടുന്നത്. അതിൽ കാര്യക്ഷമമായി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കുന്നവർക്ക് പിന്തുണ നൽകുക എന്ന ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ടാവുക സ്വാഭാവികമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സ്വയം കൃതാനർത്ഥമായിരിക്കില്ലേ അവരുടെ തോൽവി? താങ്കളുടെ നിരീക്ഷണം, ചോദ്യത്തിലടങ്ങിയിട്ടുള്ള നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഗോളതലത്തിൽ തന്നെ മൂലധന ശക്തികൾക്ക് താല്പര്യമുള്ളതാണ്. ഇന്ത്യയിലെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ഇന്നൊരു വഴിത്തിരിവിൽ നിൽക്കുന്നു. ആ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിനേക്കാൾ തീവ്രമായി അഗ്രസീവായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അധികാരത്തിൽ വരണം എന്ന് മൂലധന ശക്തികൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകം മുഴുവൻ ഇപ്പോൾ മോഡിയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ പരാജയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വയം കൃതാനാർത്ഥം തന്നെയാണ്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുടർന്നു വന്ന നയത്തിന്റെ, പ്രത്യേകിച്ച് 1ഉം 2ഉം UPA ഗവൺമെന്റുകൾ, വിശേഷിച്ച് 2ാം UPA ഗവൺമെന്റ് തുറന്നിട്ടുള്ള നയം, ആ നയത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള അഴിമതി, ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് കോൺഗ്രസിന് ഈ ഒരു ദുർഗതി ഇന്ന് വന്നുപെട്ടിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യം, അതിശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം, കോൺഗ്രസ് വിരുദ്ധ തരംഗം ഈ സംസ്ഥാനങ്ങളിൽ ആഞ്ഞടിക്കുന്നു. അത് രാജ്യത്ത് വരാനിരിക്കുന്ന കോൺഗ്രസ് വിരുദ്ധ തരംഗത്തിന്റെ ഭാഗമാണ് എന്നതാണ്. എന്നാൽ ആ കോൺഗ്രസ് വിരുദ്ധ തരംഗം ഇപ്പോൾ BJPയോ മറ്റു ചില മാധ്യമങ്ങളോ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു മോഡി തരംഗമോ BJP അനുകൂല തരംഗമോ അല്ല. നേരത്തെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണന്റെ അഭിപ്രായ പ്രകടനത്തിന്റെ അവസാന ഭാഗം ഞാൻ കേൾക്കുകയുണ്ടായി. രണ്ട് തരത്തിലുള്ള ആന്റി ഇൻകംബൻസി തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രതിഫലിക്കുന്നു എന്ന്. ആ ആന്റി ഇൻകംബൻസി രണ്ട് തരത്തിൽ പ്രതിഫലിച്ചതിന്റെ ഉദാഹരണം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പൊ പഞ്ചാബിൽ എന്തുകൊണ്ട് അകാലിദളിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണത്തിനെതിരായ വികാരത്തെക്കാൾ മുളച്ചു നിന്നത്
കേന്ദ്രഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ഇപ്പോൾ എടുക്കാനാവില്ല. പക്ഷേ അതിനെ ഒരു സൂചനയായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തി ഒരു സാങ്കല്പികമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്താൽ വ്യക്തമാവുന്ന ഒരു കാര്യം, ഡൽഹി വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. എന്താ സൂചന നൽകുന്നത്? കോൺഗ്രസിനെതിരായിട്ടുള്ള ആ കോൺഗ്രസ് വിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താവ് അവിടെ പ്രധാനമായിട്ടും BJP അല്ല, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി അതിന്റെ ഒരു വലിയ പങ്ക് നേട്ടം കൈവശപ്പെടുത്താൻ പോകുന്നു എന്നതിൽ അടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയുണ്ട്. കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലല്ലാതെ മറ്റ് ശക്തികൾ, പ്രാദേശിക പാർട്ടികൾ, മറ്റ് രാഷ്ട്രീയ ശക്തികൾ സജീവമായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ രാജ്യത്ത് ആഞ്ഞടിക്കുന്ന കോൺഗ്രസ് വിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താക്കൾ അവരായിരിക്കും. അവിടെയൊന്നും BJPക്കായിരിക്കില്ല അതിന്റെ നേട്ടം കിട്ടാൻ പോകുന്നത്. കോൺഗ്രസിന് ഒരു യഥാർത്ഥ ബദലായിട്ട് ആരും BJPയെ കാണുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ ഡൽഹി അതിന്റെ ഒരു ഉദാഹരണമായിട്ടിരിക്കുകയാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും BJPയും അല്ലാതെ മറ്റാരും ഫലപ്രദമായ ഒരു ബദലില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണം ഒരു പക്ഷേ BJPക്ക് കിട്ടുമായിരിക്കുമെന്നല്ല, കിട്ടും, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഒരു 1/2 ഡസനോളം സംസ്ഥാനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ, മുഖ്യ ശക്തികളായിട്ട് ഏറ്റുമുട്ടുന്നത്. മറ്റു സ്ഥലങ്ങളിലെല്ലാം പ്രാദേശികമായിട്ടുള്ള കക്ഷികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. ശ്രീ റോജി, ഇവിടെ മുൻപ് വെങ്കടേഷ് രാമകൃഷ്ണൻ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് താങ്കളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വളരെ ദയനീയമായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതുപോലെ മാധ്യമ മാനേജ്മെന്റിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ശ്രദ്ധിക്കാതെ സംഘടനയെ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കുന്നതിലാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധ ചെലുത്തിയത് എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? ഇത് തന്നെയായിരിക്കില്ലേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അതിനുള്ള പ്രധാന കാരണവും? ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് അത് നാളെ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിനെയോ നാളെ നടക്കുന്ന മറ്റേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ളതല്ല. അത് രാജ്യത്തെ വരുന്ന 20-30 വർഷങ്ങളിലേക്ക് രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ള ലോങ് ടേമിലേക്കുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. നരേന്ദ്രമോദിയെ പോലുള്ളവർ അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ചുകൊണ്ട് മാത്രമുള്ളതായിരിക്കും. അതിനുവേണ്ടി നടക്കുന്ന ഗിമിക്കുകളും രാഷ്ട്രീയ ഗൂഢാലോചനകളും ഒക്കെ നമുക്ക് മുന്നിൽ കാണാവുന്നതാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രചരണ രംഗത്തിൽ ഒരു മേഖലയിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറകോട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്, അവിടുത്തെ പ്രചരണ പരിപാടികൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ ഒരു തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറകോട്ട് പോയിട്ടില്ല. മറ്റൊന്ന്, മാധ്യമങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ടാവാം. ഇവിടുത്തെ കോർപ്പറേറ്റ് മീഡിയ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന കോർപ്പറേറ്റ് മേഖലകൾക്ക് ചില താല്പര്യങ്ങളുണ്ടാവാം. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ താഴെത്തട്ടിൽ നടക്കുന്ന പ്രചരണ പരിപാടികളിൽ കോൺഗ്രസ് ഒരു തരത്തിലും പുറകോട്ട് പോയിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പക്ഷേ മാധ്യമ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ മോദി പ്രൊഫഷണലായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടാവാം, മാധ്യമങ്ങളെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തത് BJPയിൽ വ്യാപകമായ ഭിന്നതയുണ്ടാക്കിയിരുന്നു, NDAയിൽ അത് പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായി പോലും ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒന്ന്. രണ്ടാമത്, ഗുജറാത്ത് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളുടെ വികസനം സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾ. ഇത്തരം കാര്യങ്ങളെ വേണ്ട രീതിയിൽ പ്രചരിപ്പിച്ച് അത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് ഫലപ്രാപ്തിയിലെത്തിയോ എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നു. അതിന് ഫലപ്രാപ്തിയിലെത്തിയില്ലോ എന്നുള്ളത് നമുക്ക് നാളെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് 1,50,000 കോടി രൂപയിലടക്കം അധികമായിരുന്ന അഴിമതി ആരോപണങ്ങൾ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് സർക്കാരിനെതിരെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഛത്തീസ്ഗഡിൽ പോലും മുഖ്യമന്ത്രി രമൺ സിംഗ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ പോലും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുകയും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അഴിമതി പണം സ്വീകരിച്ചതിന്റെ CD-യും ചിത്രങ്ങളും അടക്കം കോൺഗ്രസ് പുറത്തുവിടുകയും അത് ജനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടെ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് വന്ന ഇവിടെ മുൻപ് MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് വിരുദ്ധ തരംഗം രാജ്യത്തെമ്പാടുമുണ്ട്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ ഗുണഭോക്താക്കൾ
BJP ആവില്ല എന്നാണ് MP രാജേഷിൻ്റെ അവകാശവാദം. പിന്നെ MP രാജേഷിൻ്റെ പാർട്ടിക്കായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ. നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടല്ലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് UPA ഗവൺമെൻറ് മാറണമെന്ന് പറയുമ്പോൾ മാറിയിട്ട് പകരം ആര് വരണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം BJP മാത്രമേ ഉള്ളൂ. അതല്ലാതെ 4-3-7 ആളുകളുള്ള ഇടതുപക്ഷത്തിന് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കുമോ? ഒരുപാട് പ്രാവശ്യം പരീക്ഷിച്ച് പരാജയപ്പെട്ട മൂന്നാം മുന്നണി എന്ന് പറയുന്ന സാധനം അതിന് അധികാരത്തിൽ വരാൻ സാധിക്കുമോ? അപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ കൃത്യമായിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് കോൺഗ്രസ് മാറുമ്പോൾ UPA മാറുമ്പോൾ UPAക്ക് ബദലായിട്ട് ഉയർന്നു വരുന്ന മുന്നണിയും പാർട്ടിയും ഒന്ന് BJPയും NDAയുമാണ്. അത് സ്വാഭാവികമാണ്. നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന നേതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹം രാജ്യത്തെമ്പാടും ജനപ്രീതി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. റിസൾട്ട് നാളെ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ വരുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, BJP 4 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. 2 സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ നിലവിലുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ഡൽഹിയിലും രാജസ്ഥാനിലും ആരായിരിക്കും മുഖ്യമന്ത്രി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഒഴികെ ബാക്കി ഒരു സ്ഥലത്തും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈവൻ രാജസ്ഥാനിൽ പോലും ഗെഹ്ലോട്ട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. 4 സംസ്ഥാനത്തും കോൺഗ്രസ് സ്വീകരിച്ച സമീപനം രാഹുൽ ഗാന്ധിയെ മുമ്പോട്ട് വെക്കുക. ബാക്കിയൊരു നേതാക്കന്മാരും വേണ്ട, ബാക്കിയൊരു നേതാക്കന്മാരെയും പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട. രാഹുൽ ഗാന്ധിയെ ഒറ്റ ആളെ കൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ജയിക്കാം എന്നുള്ള ധാരണയായിരുന്നു. 4 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കോൺഗ്രസ് ഊതി വീർപ്പിച്ച ഒരു ബലൂണ് പൊട്ടിപ്പോകുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഒരു ടെസ്റ്റായി മാറാൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായി നാളെ വരാൻ വേണ്ടി പോവുകയാണ്. റൈറ്റ് എം ടി രമേശ്, തിരികെ എത്താം. വെങ്കടേഷ് രാമകൃഷ്ണൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2 തരം തരംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പാറ്റേണിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, അഴിമതിക്കെതിരായ മധ്യവർഗത്തിനിടയിലും ഇടത്തട്ടുകാർക്കിടയിലുമുള്ള ഒരു എതിർവികാരം. 2, വിലക്കയറ്റത്തിനെതിരെ മൊത്തം താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ പടർന്നിട്ടുള്ള ഒരു വികാരം. ഇതിൽ അഴിമതി വിരുദ്ധ വികാരത്തിൻ്റെ കാര്യത്തിൽ ആർക്കാകും കേടുപാട് സംഭവിക്കുക? ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി ഡൽഹിയിൽ ഷീലാ ദീക്ഷിതിനെ പോലെ വളരെ താരതമ്യേന കുറഞ്ഞ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു നേതാവിനെതിരായ മത്സരത്തിൽ അവർ ഒരു വശത്ത് ഷീലാ ദീക്ഷിതിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, മറുവശത്ത് BJP സ്ഥാനാർത്ഥി ഹർഷവർദ്ധനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നു. ഇതിൽ ഈ 2 കക്ഷികളിൽ ആരുടെ വോട്ടായിരിക്കും ആം ആദ്മി പാർട്ടി സമാഹരിക്കുക? അല്ല, ഇതിനെപ്പറ്റിയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നമുക്ക് നടത്തണമെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ട്. അതായത് 2 തരം ഭരണവിരുദ്ധ വികാരങ്ങൾ കഴിഞ്ഞ 2 റൗണ്ടുകളിലായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷീലാ ദീക്ഷിതിനെതിരായിട്ട് അവരുടെ 15 വർഷത്തെ ഭരണത്തിനിടയിൽ സാരമായ അഴിമതി ആരോപണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്ക് തുല്യമായിട്ടൊരു അഴിമതി ആരോപണം ഷീലാ ദീക്ഷിതിനെതിരായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ കേന്ദ്രത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള ആ ഭരണത്തെക്കുറിച്ചുള്ള അഴിമതി ആരോപണങ്ങൾ, അതിൻ്റെ ഒരു ആഘാതം അത് ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിയിലാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ആ സ്ഥിതി നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. അപ്പം ഇത് ആം ആദ്മി പാർട്ടിക്ക് എവിടെ നിന്നാണ് വോട്ട് കിട്ടുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഈ 2 തരം ഭരണവിരുദ്ധ വികാരങ്ങളിൽ പെട്ട് സാമാന്യം ഭേദപ്പെട്ട സംസ്ഥാന ഭരണം കാഴ്ചവെച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോലും എങ്ങനെ അവർ പ്രശ്നത്തിലാവുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആം ആദ്മി പാർട്ടിക്ക് എവിടെ നിന്നാണ് കൂടുതൽ വോട്ടുകൾ കിട്ടുക എന്നുള്ള കാര്യം വിജയ് ഗോയലിൻ്റെ BJP നേതാവ് വിജയ് ഗോയലിൻ്റെ ഇന്നലത്തെ പ്രസ്താവനയിൽ തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞത് BJPക്ക് കിട്ടുമായിരുന്ന കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള കോൺഗ്രസ് അഴിമതി കാരണം കോൺഗ്രസിനെതിരായിട്ട് പോകുന്ന വോട്ടുകൾ പലതും ആം ആദ്മി പാർട്ടി വിഘടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് BJPയുടെ നേതാവായിട്ടുള്ള വിജയ് ഗോയൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റും. റൈറ്റ്. വെങ്കടേഷ് രാമകൃഷ്ണൻ, ശ്രീ എം പി രാജേഷ്, ഇവിടെ അഴിമതി വിരുദ്ധ വികാരം ഇടത്തട്ടുകാരുടെ മാത്രം ഒരു കൺസേൺ അല്ല. നമുക്കറിയാം, ഇന്നലെയാണ് ലോക വ്യാപാര സംഘടനയുടെ സമ്മേളനം ഇന്തോനേഷ്യയിലെ ബാലിയിൽ സമാപിച്ചത്. അവിടെ ലോക വ്യാപാര സംഘടനയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യം, സ്വതന്ത്ര വ്യാപാര കരാറുകളേക്കാൾ മൂലധനത്തിൻ്റെ പ്രവാഹത്തെ സഹായിക്കുക കുറഞ്ഞ ബ്യൂറോക്രാറ്റിക് ഭരണങ്ങളും, അതായത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും അതുപോലെ അഴിമതിയും കുറഞ്ഞ ഭരണകൂടങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മൂലധനത്തിന് കൂടുതൽ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന്. അതായത് വേൾഡ് ബാങ്കിനെ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ വലിയ കൺസേണാണ് അഴിമതി. അഴിമതിക്കെതിരായ ക്യാമ്പയിൻ 2008 തന്നെ ലോകബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടിയെ പോലെ അഴിമതി വിരുദ്ധ വികാരം ഉണർത്തിവിടുന്ന പാർട്ടികൾ ഉദയം ചെയ്യുന്നു. അഴിമതി ഒരു വലിയ കൺസേണായി ഇടത്തട്ടുകാരുടെ ഇടയിൽ ഉയർന്നു വരുന്നു. ഈ സാഹചര്യത്തിൽ താരതമ്യേന അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്ന ഒരു പാർട്ടിയെ സഹായിക്കലാവും അവർ ചെയ്യുക. ഇക്കാര്യത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ സെമി ഫൈനൽ അവർ സാഹൂതം വീക്ഷിക്കുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും അവരുടെ പിന്തുണ? അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികൾ അഴിമതിക്കെതിരായി പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യമുണ്ട്. അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയങ്ങൾ നവ ഉദാരവൽക്കരണത്തിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഈ അഭൂതപൂർവമായിട്ടുള്ള അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അഴിമതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 90-കൾക്ക് ശേഷം അഴിമതിയുടെ ആഴവും വ്യാപ്തിയും മാനവും എല്ലാം വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ സ്വകാര്യവൽക്കരണം, പൊതു സ്വത്തിന്റെയും പൊതു ആസ്തികളുടെയും സ്വകാര്യവൽക്കരണം, ഇതെല്ലാമാണ് അഭൂതപൂർവമായിട്ടുള്ള അഴിമതിക്ക് വഴിവെച്ചത് എന്നതിന്റെ തെളിവാണ് 2G സ്പെക്ട്രം, അതിന്റെ തെളിവാണ് കൽക്കരി അഴിമതി, അതിന്റെ തെളിവാണ് KG ബേസിൻ അഴിമതി. ഇതെല്ലാം സ്വകാര്യവൽക്കരണ നയങ്ങളുമായി, ഉദാരവൽക്കരണ നയങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ അഴിമതിയെല്ലാം. മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് അഴിമതിയുടെ സ്വഭാവവും അഴിമതിയുടെ ആഴവും വ്യാപ്തിയും എല്ലാം. ഈ നയങ്ങളെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന, കൂടുതൽ ഈ നയങ്ങളുടെ ഉയർന്ന ഡോസ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികൾ അഴിമതിയെ എതിർക്കുന്നു എന്നുള്ളത് ഒരു വാചാടോപം എന്നതിനപ്പുറത്തേക്ക് അതിനെ ഗൗരവമായിട്ട് കാണാനാവില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമായിട്ടുണ്ട്. ആ അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരം കോൺഗ്രസിനെതിരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഈ അഴിമതിയിൽ ഒന്നാമതായി പ്രതിക്കൂട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ആ അഴിമതിക്കെതിരായ ജനവികാരത്തിന്റെ ഗുണം BJPക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്ത് രമേശ് വീണ്ടും പ്രകോപിതനാവും. നേരത്തെ അദ്ദേഹം ചോദിച്ചു, പിന്നെ ഇടതുപക്ഷത്തിനാണോ കിട്ടുക കോൺഗ്രസ് വിരുദ്ധ വികാരം? ഇടതുപക്ഷത്തിന് തീർച്ചയായും കേരളവും ത്രിപുരയും ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് കിട്ടും എന്ന് രമേശിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് വിരുദ്ധ വികാരത്തിന്റെ നേട്ടം ഇടതുപക്ഷം ശക്തമായ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ അഴിമതിക്കെതിരായിട്ട് എന്തുകൊണ്ട് BJPയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല? കർണാടകയിൽ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. BJP ഗവൺമെന്റിന്റെ അനുഭവം, കർണാടകയിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് വളരെ വ്യക്തമായി കർണാടക തെളിയിച്ചിട്ടുണ്ട്. BJPയുടെ കഴിഞ്ഞ NDA ഗവൺമെന്റിന്റെ കാലത്ത് അനുഭവമുണ്ട്. ശവപ്പെട്ടി കുംഭകോണം ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ 2G സ്പെക്ട്രത്തിന്റെ കാര്യം തന്നെ തികഞ്ഞു പോയാൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണ ഉണ്ടായത് എങ്ങനെയാണ്? ഇത് BJP ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ നയമാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന് കോൺഗ്രസ് വാദമുയർത്തുകയാണ്. അപ്പൊ അവിടെയും BJP പ്രതിക്കൂട്ടിലാവുന്നുണ്ട്. കൽക്കരി കുംഭകോണത്തിന്റെ കാര്യത്തിലും BJP പ്രതിക്കൂട്ടിലാവുന്നുണ്ട്. കാരണം ഈ നയം അവരുടെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. മധ്യപ്രദേശിലെ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അപ്പൊ കോൺഗ്രസും BJPയും തമ്മിൽ അഴിമതിയുടെ കാര്യത്തിൽ കാതലായിട്ടുള്ള വ്യത്യാസമില്ല. ആകെ വ്യത്യാസം ഉണ്ടാവുക ഇത്രയും കാലത്തിനിടയിൽ ആരാണ് കൂടുതൽ തുക, ആരുടെ കാലത്താണ് നഷ്ടം വന്നത് എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും. അതിനു മുമ്പ് റോജിയിലേക്ക് ഒരിക്കൽ കൂടി. റോജി, മുൻപ് ഞാൻ സൂചിപ്പിച്ച ലോക വ്യാപാര സംഘടനയുടെ സമ്മേളനം ഇന്നലെ അവസാനിച്ചു. അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി ആനന്ദ് ശർമ്മ വളരെ ശക്തമായി ഡെവലപ്പിംഗ് കൺട്രി, വികസ്വര രാജ്യങ്ങളുടെ പ്രതിനിധിയായി തന്നെ വളരെ ശക്തമായ നിലപാടാണ് എടുത്തത്. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി, ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടി അതിശക്തമായി വാദിച്ചു അദ്ദേഹം ആ ഉച്ചകോടിയിൽ. പക്ഷേ 4 വർഷത്തേക്ക് താൽക്കാലികമായി ലോക വ്യാപാര സംഘടനയുടെ പരിധിക്ക് അപ്പുറത്തുള്ള ഭക്ഷ്യ സബ്സിഡി നൽകാനുള്ള ഒരു താൽക്കാലിക ധാരണയാണ് ഇന്നലെ സമാപിച്ച ഉച്ചകോടിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താകും ഈ 4 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്വപ്ന പദ്ധതിയായ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാവി ഇന്ത്യയിൽ? കഴിഞ്ഞ 2 UPA ഗവൺമെന്റുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് റൈറ്റ് ടു ഇൻഫർമേഷൻ മുതൽ തൊഴിലുറപ്പ് പദ്ധതി മുതൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അടക്കം അവസാനം വന്നിരിക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ബില്ല് അടക്കമുള്ള പദ്ധതികൾ,
ഈ പല പദ്ധതികളും മുന്നോട്ട് വെച്ചപ്പോഴും അന്നത്തെ ഇവിടുത്തെ പ്രതിപക്ഷവും ഇടതുപക്ഷ സംഘടനകളും മറ്റ് സംഘടനകളെല്ലാം മറ്റ് പാർട്ടികളെല്ലാം ഇതിനെക്കുറിച്ച് ഇത് പ്രായോഗികമല്ലെന്നും ഇത് നടപ്പിലാവാൻ സാധിക്കില്ലെന്നും അന്ന് ആശങ്ക പ്രകടിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഇവിടുത്തെ പല പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ പല നിരീക്ഷകരും പറഞ്ഞു ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലെന്നും ഇത് പ്രായോഗികമാകില്ല എന്നും പറഞ്ഞ വളരെയധികം ആളുകൾ. റോജി, എന്റെ ചോദ്യം നാളെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പറയാനിരിക്കെ 2014 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്നലെ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ സ്വീകരിച്ചൊരു നിലപാടാണ്. ആ നിലപാട് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത് തന്നെ ഇതുപോലുള്ള സ്വപ്ന പദ്ധതികൾ മുന്നിൽ വച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഈ സ്വപ്ന പദ്ധതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല, ഇത്തരം പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പിലാക്കുകയും അത് വളരെ വർഷങ്ങളായിട്ട് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി അത് നടത്തി കാണിച്ചിട്ടുള്ള പാരമ്പര്യം അതിൻ്റെ എക്സ്പീരിയൻസും കോൺഗ്രസ് ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ പോലുള്ള പദ്ധതികൾ അത് 4 വർഷത്തേക്കല്ല, അത് മുന്നോട്ട് ഭാവിയിലേക്ക് എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ഉപകാരം കിട്ടുന്ന തരത്തിൽ നടപ്പിലാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള സാമ്പത്തികപരമായ ഭദ്രതയും നമുക്കുണ്ട്. അത് മുന്നോട്ട് പ്രതികരിക്കാം. അല്ല, ഇവിടെ ശ്രീ റോജി പറഞ്ഞതെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ തൊഴിലുറപ്പ്, ഇക്കാര്യങ്ങളെല്ലാം തൊഴിലുറപ്പും റൈറ്റ് ഇൻഫർമേഷൻ ആക്ടും ഡൊമസ്റ്റിക് വയലൻസും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടും എല്ലാം വന്നത് 1ാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് എന്ന് റോജി ഓർമ്മിക്കുക. 1ാം UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെറുതെ വന്നതല്ല, ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിന്റെയും ശാഠ്യത്തിന്റെയും ഫലമായിട്ടുണ്ടാക്കിയ പൊതു മിനിമം പരിപാടിയെക്കുറിച്ച് റോജിക്ക് അറിയുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇങ്ങനെ നിയമങ്ങളായിട്ട് നടപ്പാക്കിയത്. ആ പൊതു മിനിമം പരിപാടി ലംഘിക്കാൻ, വയലേറ്റ് ചെയ്യാൻ നിരന്തരം ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷമാണ് നിരന്തരം അതിൽ ഉറപ്പിച്ചു നിർത്താൻ ഇടപെട്ടുകൊണ്ടിരുന്നത് എന്ന് ഓർമ്മിക്കണം. ഇടതുപക്ഷമൊക്കെ എതിർത്ത കാര്യങ്ങളാണ് എന്നൊക്കെ എത്ര ഉത്തരവാദിത്തമില്ലാതെ ലാഘവത്തോടെയാണ് പറയുന്നത്. ഒരു ഉത്തരവാദപ്പെട്ട ഒരു വക്താവായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം സംസാരിക്കുന്നുണ്ടാവുക. തിരിച്ചെത്താൻ താങ്കളിലേക്ക് ശ്രീ MT രമേശ്, ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ ഭാവി 4 വർഷത്തേക്ക് നിജപ്പെടുത്തിയിരിക്കുകയാണ് ലോക വ്യാപാര സംഘടന. എന്തായിരിക്കും BJP അധികാരത്തിലേറിയാൽ, കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാവി? ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഛത്തീസ്ഗഡിൽ BJP ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷമായി നടപ്പിലാക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്, കുറ്റമറ്റ പദ്ധതി. അതിൽ രാജ്യവ്യാപകമായിട്ടൊരു പരിവേഷം കൊടുക്കാനും ആ നിയമം രാജ്യവ്യാപകമാക്കി മാറ്റാനുള്ള ശ്രമം BJP ഗവൺമെൻറ് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ BJPയും കോൺഗ്രസും ഒരുപോലെയാണ് എന്ന് സമർത്ഥിക്കാനാണ് MP രാജേഷ് ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് രാജേഷ് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഇപ്പോൾ MP രാജേഷിൻ്റെ പാർട്ടി CPM തന്നെയാണല്ലോ. കോൺഗ്രസ് അഴിമതിക്കട കാലത്തിൽ BJPയും കോൺഗ്രസും ഒരുപോലെയാണ് എന്ന് സമർത്ഥിക്കുമ്പോൾ രാജേഷ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മറന്നുപോകരുത്. 57 മുതൽ ഏറ്റവും ഒടുവിൽ ചക്കട്ടപ്പാറ വരെ നീണ്ടു നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഗവൺമെൻറ്റുകൾ അഴിമതിയുടെ ഒരുപാട് കഥകളുണ്ട്. നമുക്കിപ്പോൾ അതൊന്നും പറയാൻ സമയമില്ല. അപ്പോൾ ഞങ്ങളിതെന്ന് അപവാദമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. മാർക്സിസ്റ്റ് ഗവൺമെൻറ്റുകൾക്കെതിരായി എത്രമാത്രം അഴിമതി ആരോപണം വന്നു എന്നെല്ലാവർക്കും അറിയാം. 33 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ചിട്ട് എങ്ങനെയാണ് ബംഗാളിൻ്റെ ഭരണം കൈവിട്ടു പോയത് എന്ന് രാജേഷിനും അറിയാം, CPM-ന്റെ നേതാക്കന്മാർക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ അതിൽ തർക്കത്തിൻ്റെ കാര്യമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഗ്രസ് ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ട് രാജ്യത്ത് കുറേ വർഷങ്ങളായി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് NDA ഗവൺമെൻറ്റുള്ള കാലത്ത് BJP ആവിഷ്കരിച്ചിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും UPA ഗവൺമെൻറ് ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടൽജി ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചത്. വിലക്കയറ്റം ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി UPA ഗവൺമെൻറ്റിനെ കുറിച്ച് ജനം പറയുമ്പോൾ ജനങ്ങളെല്ലാവരും താരതമ്യം ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പത്തെ 6 വർഷത്തെ NDA ഗവൺമെൻറ് ഭരണമായിട്ടാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലും ബംഗാളിലും എത്രമാത്രം പ്രചരണം നടത്തിയാലും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പൊതുവികാരത്തെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല. കോൺഗ്രസ് വിരുദ്ധ വികാരത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് താങ്കളിലേക്ക് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ലോകതലത്തിൽ തന്നെ ആഗോളീകരണത്തിനും തുറന്ന വിപണിക്കും സ്വതന്ത്ര വ്യാപാരത്തിനും എതിരായ നിലപാട് രാജ്യങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ്. നമുക്കറിയാം, യൂറോപ്പിലെമ്പാടും അത്തരം നയങ്ങൾക്കെതിരായ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു. വികസ്വര രാജ്യങ്ങൾ അതിശക്തമായ നിലപാടെടുക്കുന്നു. ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് പകരം പ്രാദേശികമായ കരാറുകളും കൂട്ടായ്മകളും രൂപം കൊള്ളുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖരായ 2 കക്ഷികൾ BJPയും കോൺഗ്രസും ഏകദേശം ഒരേ സ്വഭാവമുള്ള സാമ്പത്തിക രാഷ്ട്രീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു.
ആഗോള മൂലധന ശക്തികളുടെ കാര്യത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും നയങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. പക്ഷേ അതിലും സങ്കീർണമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം. പ്രാദേശിക രാഷ്ട്രീയം, പ്രാദേശിക പാർട്ടികൾ ഇതെല്ലാം ചേർന്ന അതിസങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രമേയം ഈ പാർട്ടികളുടേതിൽ വലിയ വ്യത്യാസവും വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിൽ പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയും അതിനോടൊപ്പം നിൽക്കുന്ന സംഘപരിവാറും അവരുടെ ഒരു സവിശേഷമായ സംഘടനാ രീതിയുണ്ട്. ആ സംഘടനാ രീതി പല സ്വരങ്ങളിൽ സംസാരിക്കുന്ന പല സംഘടനകൾ അവർക്കുണ്ട്. ഇപ്പോൾ 6 വർഷം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ അവർ ആഗോളീകരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും നയങ്ങൾ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. അതിനെതിരായിട്ട് ദത്തോപ്പൻ തെങ്കിടിയെ പോലെയുള്ള വളരെ പ്രമുഖനായ RSS നേതാവ് പോലും തുറന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇടയായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംഘപരിവാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പല സ്വരങ്ങളിൽ സംസാരിക്കുന്ന സംഘടനകളെ അവർ മുന്നോട്ട് നീക്കും. സ്വദേശി ജാഗരൺ മഞ്ച് എന്നൊരു സംഘടനയുണ്ട്. അവർ ആഗോളീകരണത്തിന് വളരെ എതിരാണ്. അവർ ഈ മുദ്രാവാക്യം മുന്നോട്ട് നീക്കൊണ്ടിരിക്കും. അപ്പോൾ BJPയുടെ നേതാക്കന്മാർ തരാതരം പോലെ ചിലപ്പോൾ സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കും, ചിലപ്പോൾ അരുൺ ഷൂരി അടക്കമുള്ള അവരുടെ നേതാക്കന്മാർ മുന്നോട്ട് നയിക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെ മുദ്രാവാക്യം മുന്നോട്ട് സ്വയം സ്വീകരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പലതരത്തിൽ ജനങ്ങളെ സ്തബ്ധരാക്കുന്ന ഒരു സമ്പ്രദായം സംഘപരിവാറിനുണ്ട്. ആ സമ്പ്രദായത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതിനാണ്. ആത്യന്തികമായി ഭരണപരമായ നയങ്ങളുടെ കാര്യത്തിലും പ്രത്യേകിച്ചും ഇക്കണോമിക് അഫയേഴ്സിൻ്റെ കാര്യത്തിലും BJPയുടെ നയവും കോൺഗ്രസിൻ്റെ നയവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ 6 വർഷത്തെ വാജ്പേയി സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി വലിയ സംശയങ്ങളൊന്നും വേണ്ട. പിന്നെ എൻ്റെ യൂത്ത് കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ള പല ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കാര്യം പറയണ്ടായി. UPA 1 സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ അത്തരം കാര്യങ്ങളിലെല്ലാം എതിരായിട്ട്, പ്രത്യേകിച്ചും തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി അതിനെ എതിർത്ത 2 വ്യക്തികൾ, 2 രാഷ്ട്രീയ ചിന്തകർ മൻമോഹൻ സിംഗും ചിദംബരവുമായിരുന്നു. അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് സോണിയാഗാന്ധിയുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടാക്കിയത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണാവുന്നതുകൊണ്ട് അപ്പം ആത്യന്തികമായി നമ്മൾ ആഗോള വ്യാപകമായി ഈ ആഗോളവൽക്കരണത്തിനും അതുപോലെ ലിബറലൈസേഷനും എതിരായിട്ടുള്ള ഒരു വികാരം വളർന്നുകൊണ്ടിരിക്കെ തന്നെ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റുകളുടെ സ്വാധീനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പാർട്ടികളാണ്. ആ പാർട്ടികൾക്ക് ഈ സമീപനങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്ന് വസ്തുത മനസ്സിലാക്കണം. പക്ഷേ ഒരുപക്ഷെ ഡൽഹിയിലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഒരു ലക്ഷണം ചിലപ്പോൾ നാളെ ഉണ്ടായേക്കാം. വളരെയധികം നന്ദി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, MP രാജേഷ്, MT രമേശ്, ശ്രീ റോജി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമാകുന്ന 4 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സംവിധാനമൊരുക്കി മീഡിയ 1 ഒരുങ്ങിക്കഴിഞ്ഞു. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 6 മണി മുതൽ 2 മണി വരെ ഇടതടവില്ലാതെ ജനവിധി നിങ്ങളിലേക്ക് എത്തുന്നു. വിദഗ്ധ പാനലുകളും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന വിശകലനങ്ങളുമായി 2014 പൊതുതെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ. 5 സംസ്ഥാനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. 5 സംസ്ഥാനങ്ങളിലെ സമ്മതിദായകർ വോട്ടിംഗ് മെഷീനുകളിൽ ഒളിപ്പിച്ച ആ രഹസ്യം ആരെയാണ് തുണച്ചത്? 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഡിസംബർ 8-ന്. ജനവിധിയുടെ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ അവസാന വിജയം കോൺഗ്രസിന്റേതാകുമോ? നിമിഷം പ്രതിയുള്ള ലീഡ് നില, ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തത്സമയ റിപ്പോർട്ടിംഗ്, ഒറ്റനോട്ടത്തിൽ സ്ക്രീനിൽ ഫലത്തിന്റെ ചുരുക്കം. മീഡിയ 1 ഒരുങ്ങിക്കഴിഞ്ഞു. ജനഹിതം 2013.
രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഇടതടവില്ലാതെ